Hello everyone, welcome to our video class section. Here we are discussing the chapter Cell, the Unit of Life. നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിൽ സെൽ എന്താണെന്നും സെല്ലിലെ ഓർഗനൽസ് ഏതാണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓർഗനൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈബോസോംസ് ആണ്. റൈബോസോം എന്നുള്ള ടേം കൊണ്ടുവന്നത് ജോർജ് പാലഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് റൈബോസോമിനെ ഡിസ്കവേർഡ് ചെയ്തത്. ഓക്കെ, റൈബോസോം എന്നുള്ള ടേം കൊണ്ടുവന്ന് റോബർട്ട്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് റൈബോസോം എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ റൈബോസോമിനെ ആദ്യം ഡിസ്കവേർഡ് ആണ് ആര്? ജോർജ് പാലഡ്. തെറ്റിക്കരുത്, ജോർജ് പാലഡ് ഡിസ്കവേർഡും ടേം കൊടുക്കുന്നത് ആരാണ്? റോബർട്ട്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റുമാണ് അല്ലെ. അപ്പോൾ ഈ റൈബോസോമിന്റെ അകത്ത് എന്തുണ്ട്? ഒരുപാട് റൈബോ ന്യൂക്ലിക് ആസിഡ്സും പ്രോട്ടീൻസും ചേർന്ന സ്ട്രക്ചർ ആണ് എന്ന് വിളിക്കുന്നത് നമ്മൾ റൈബോസോംസ്. റൈബോ ന്യൂക്ലിക് ആസിഡ് അതായത് RNA അല്ലെ, പിന്നെ പ്രോട്ടീൻസും ചേർന്നതാണ് നമ്മളുടെ റൈബോസോം എന്ന് പറയുന്നത്. ആ റൈബോസോം എന്ന് പറയുന്നത് വളരെ സ്മോൾ, നമ്മുടെ സെൽ ഓർഗനലിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗനലാണ് ആര്? റൈബോസോം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് എന്ത് വിളിക്കാം? പ്രോട്ടീൻ ഫാക്ടറി ആണ് റൈബോസോം എന്ന് പറയുന്നത്. നമ്മളുടെ എന്താണ്? പ്രോട്ടീൻ ഫാക്ടറി ആണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം എന്നുള്ള ആ ടേം ഡിസ്കവർ ചെയ്ത ആരാണ്? റോബർട്ട്സും. റൈബോസോമിനെ കണ്ടെത്തിയത് ആരാണ്? ജോർജ് പാലഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റുമാണ്. റൈബോസോം ഇസ് കമ്പോസ്ഡ് ഓഫ് റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻസ്. ദേ ആർ നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തില്ല? മെംബ്രെയിൻസ് ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല. ഓക്കെ, ഇനി റൈബോസോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്മോളസ്റ്റ് ആയിട്ടുള്ള സബ് യൂണിറ്റ് ആണ്, അല്ല സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗനലാണ് നമ്മളെ റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോമിന് 2 യൂണിറ്റ് ഉണ്ട്. നോക്കി നോക്കൂ, ഇതാണ് അതിൻ്റെ സ്മോളർ സബ് യൂണിറ്റും ഇതതിൻ്റെ ലാർജർ സബ് യൂണിറ്റും. ഓക്കെ, ഇത് സ്മോളും ഇത് ലാർജും. ഞാൻ പറഞ്ഞു പ്രോകാരിയോട്ടിൻ്റെ കേസിൽ എന്താണ് 70S റൈബോസോമ എന്ന് പറഞ്ഞു അല്ലേ. ആ S ഡിനോട്ട് ചെയ്യണത് അതിൻ്റെ യൂണിറ്റ് ആണ്, സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ റൈബോസോമിൻ്റെ കേസിൽ ഇത് 50 വരും, ഇത് 30 വരും. ഇത് 50, ഇത് 30. നമ്മുടെ കേസിലാണ് എങ്ങനെയാണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് 60, ഇത് 40. പക്ഷെ നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത് എങ്ങനത്തെ റൈബോസോമാണ്? 80S റൈബോസോംസ് ആണ്. യൂകാരിയോട്ട് വെക്കുന്ന റൈബോസോം എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണ്? 80. അപ്പോൾ ഇത് ഈ വലിയ റൈബോസോംസ് എന്ന് പറയുന്നത് ഇതിൽ വലിയ സബ് യൂണിറ്റ് ഇത് 60ഉം ഈ സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 40ഉം. അങ്ങനെ 80 ആണ് നമ്മളുടെ യൂകാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ റൈബോസോമിൻ്റെ അകത്ത് കുറേ നമ്മൾ പറഞ്ഞു RNA ഉണ്ടെന്നല്ലേ. റൈബോസോമിൽ RNA ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ റൈബോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ റൈബോസോംസ് എന്തെന്ന് അറിയപ്പെടുന്നത്? പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് റൈബോസോംസ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നമുക്കറിയാം. നമ്മുടെ പ്രോട്ടീൻ ഫോർമേഷൻ സമയത്ത് റൈബോസോംസിന്റെ ഫംഗ്ഷൻസ് ഒരുപാടാണ് അല്ലേ. നമ്മളെ mRNA ഇത് നോക്കി നോക്കൂ. നമ്മളുടെ mRNA ഒന്ന് അറ്റാച്ച് ചെയ്യണത് റൈബോസോമൽ യൂണിറ്റിലാണ്. പിന്നെ അവിടേക്കാണ് ആരും ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതും tRNA ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതും അല്ലേ. ആ tRNA കണക്ട് ചെയ്തിട്ട് ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ടാവും. അതെല്ലാം നമ്മളുടെ മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താണ്. 2 റൈബോസോംസ് വരുന്നതും ചേരുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ റൈബോസോമിന്റെ പ്രോട്ടീൻ സിന്തസിസിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈബോസോംസിന്റെ പ്രോട്ടീൻ സിന്തസിസിലുള്ള ഫംഗ്ഷൻ. അടുത്ത ഓർഗനൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിഡ് ആണ്. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിലും അതുപോലെ തന്നെ യൂഗ്ലിനോയിഡ്സിലും കണ്ടുവരുന്ന ഓർഗൻസ് ആണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിൻ്റെ അകത്ത് ഒരുപാട് പിഗ്മെന്റ്സ് ഉണ്ട്. ആ പിഗ്മെന്റ്സിനനുസരിച്ചാണ് അവരുടെ പേര്. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്രോമോ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോ നമുക്കറിയാം എന്താണ്? പച്ച കളറിലുള്ള, അതായത് ഗ്രീൻ കളറുള്ളതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ക്രോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ക്രോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഗ്രീൻ അതല്ലാതെ കളറുകളില്ലേ, അതെല്ലാം കാണുന്നതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് നമ്മളുടെ ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പം 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ഉണ്ട്: ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോ ആലോചിക്കുക, ഗ്രീൻ മാത്രമേ ഉള്ളൂ. ല്യൂക്കോൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കില്ല? കളർ ഉണ്ടായിരിക്കില്ല. ഇനി ക്രോമോപ്ലാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാരോട്ടീൻ, സാന്തോഫിൽ, അപ്പം അതിന് കൂടി ചേർന്നിട്ടുള്ള അതിൻ്റെ കോമ്പിനേഷൻ കളേഴ്സ് ഏതൊക്കെയാണോ? യെല്ലോ, ഓറഞ്ച്, റെഡ് കളർ, അതൊക്കെ ഇല്ലേ, അതെല്ലാം അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മളുടെ നമ്മുടെ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ, കളർ ഇല്ലാത്ത പിഗ്മെന്റ് ആണ് ആ പ്ലാസ്റ്റ് ആണ് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് സ്റ്റോറേജ് ഓർഗനലായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് 3 തരത്തിലുണ്ട്: അമൈലോപ്ലാസ്റ്റ്, അലിയൂറോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ്. നമുക്ക് ടീച്ചർ സെക്കൻഡ് ലൈനിൽ എഴുതിക്കണം, നോക്കി നോക്കൂ. അമൈലോപ്ലാസ്റ്റ്, അലിയൂറോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ്. ഈ അമൈലോപ്ലാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ, അത് സ്റ്റാർച്ച് രൂപത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതാണ് അമൈലോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അലിയൂറോപ്ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
പ്രോട്ടീനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇലയോപ്ലാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽസിനെയും ഫാറ്റിനെയും സ്റ്റോർ ചെയ്ത് വെക്കുക. അമൈലോപ്ലാസ്റ്റ് എന്താ വെച്ച് പറഞ്ഞേ? അമൈലോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബോഹൈഡ്രേറ്റിനെ അല്ലെ സ്റ്റാർച്ച് രൂപത്തിൽ. ലിയൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടീന്. ഇലയോപ്ലാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നമ്മൾ പറഞ്ഞത്? അത് ഓയിൽസിനെ അല്ലെങ്കിൽ ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് സെക്ഷനാണ്. നമുക്കറിയാം പ്ലാന്റിന്റെ ലീഫിലെ മീസോഫിൽ സെൽസിലാണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ കഴിയുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം എന്ത്? സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തസിസ് നടത്തും അല്ലെ. എൻറ്റയർ വേൾഡിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ലീഫിലാണ് അല്ലെ. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ലെൻസ് ഷേപ്പ്. ടീച്ചറെ പിക്ചർ കാണിച്ചു തരാം. ആ പിക്ചർ കാണിച്ച് തരുമ്പോൾ ക്ലിയർ ആവും. ക്ലോറോപ്ലാസ്റ്റിതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ലെൻസ് ഷേപ്പ്ഡ് ആണ്. ഓവൽ ആവാം, സ്പെരിക്കൽ ആവാം, ഡിസ്കോയിഡ് ആവാം, റിബൺ ലൈക്ക് ആവാം. അതിൻ്റെ ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത് എന്ന് പറയുന്നത് ആ ലെങ്ത് എത്രയാണ്? 5 to 10 µm ആവാം. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 4. വിഡ്ത്ത് 2 to 4ഉം ലെങ്ത് എത്രയാണ്? 5 to 10. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് കാണുന്ന പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു മാട്രിക്സ് ഉണ്ട്, ഉള്ളിലെ ലെയർ, ആ ഉള്ളിലെ പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രോമ. Each chloroplast is covered with a double membrane containing a proteinaceous matrix called stroma. അപ്പോൾ നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡബിൾ ലെയർ മെംബ്രെയിൻ ആണ്. അതിൻ്റെ അകത്ത് കാണുന്ന മെറ്റീരിയൽ ആണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ സ്ട്രോമയ്ക്ക് അകത്ത് കാണുന്ന കുറേ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള മെംബ്രെയിന് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? തൈലക്കോയിഡ് എന്ന്. അപ്പോൾ തൈലക്കോയിഡ് എന്നുള്ള ടേം കൊണ്ടുവന്നത് മെൻകെ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് തൈലക്കോയിഡ് എന്നുള്ള പേര് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രോമയ്ക്ക് അകത്ത് കാണുന്ന, സ്ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് പോർഷൻ അല്ലേ, ആ സ്ട്രോമയ്ക്ക് അകത്ത് കാണുന്ന നമ്മളുടെ എന്ത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള മെംബ്രെയിന് സാക്സ്, ഫ്ലാറ്റൻഡ് മെംബ്രെയിന് സാക്സ് അല്ലേ. ആ ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സാക്സ് വിളിക്കുന്ന പേരാണ് എന്ത്? തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ആ തൈലക്കോയിഡുകൾ അറേഞ്ച് ചെയ്ത് ഈ വൺ എബോവ് ദ അതർ കോയിൻസ് നമ്മൾ അറേഞ്ച് ചെയ്യില്ലേ, അതുപോലെ ഒന്നിന് മേലെ ഒന്നിന് മേലെയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് എന്താണ്? ഗ്രാനം. അപ്പോൾ സ്ട്രോമ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? തൈലക്കോയിഡ്, പിന്നെ ഗ്രാനം. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഈ രണ്ട് തൈലക്കോയിഡ് അല്ലെങ്കിൽ രണ്ട് ഗ്രാനം ഗ്രൂപ്പുകളെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷനില്ലേ, അതിന് വിളിക്കുന്ന പേരെന്താണ്? സ്ട്രോമ ലാമെല്ല. സ്ട്രോമ ലാമെല്ല. ഇപ്പോൾ ഗ്രാനയുടെ എണ്ണം എന്ന് പറയുന്നത് 40 മുതൽ 100 വരെ ഗ്രാനകൾ കാണാം. ഗ്രാന എന്ന് പറഞ്ഞാൽ എന്താ? തൈലക്കോയിഡിൻ്റെ കളക്ഷനാണ് അല്ലേ. അതന്നെ 40 മുതൽ 100 വരെ ഗ്രാനയുടെ കളക്ഷൻസ് കാണാം. മാത്രമല്ല നമുക്ക് ഈ അവിടെ ആ ട്യൂബിൽ ഈ തൈലക്കോയിഡിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രാനേഴ്സിനെ കണക്ട് ചെയ്യുന്ന പോർഷനാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? മിഡിൽ ലാമെല്ല അല്ലെങ്കിൽ സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കുന്നത്. സ്ട്രോമ ലാമെല്ല. ക്ലിയർ ആണോ? നമ്മളുടെ നമുക്കറിയാം മഗ്നീഷ്യം, ക്ലോറോഫിലുള്ള ഒരു എലിമെൻ്റ് ആണ് എന്ത്? മഗ്നീഷ്യം എന്ന് പറയുന്നത് മെറ്റൽ അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് മഗ്നീഷ്യം എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലോറോഫില്ല് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? ആ പ്ലാനറ്റ് നടക്കില്ല. ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കുമോ? ഇല്ല. അങ്ങനെ ക്ലോറോഫില്ല് ആബ്സെൻ്റ് ആയിട്ടുള്ള കേസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽബിനിസം. ആൽബിനിസം. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മളുടെ സൈറ്റോപ്ലാസ്റ്റ്, നമ്മളുടെ റൈബോസോംസ് ഇല്ലേ, റൈബോസോംസ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ആർ സ്മോളർ ദാൻ ദ സൈറ്റോപ്ലാസ്മിക് റൈബോസോം. സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോംസ് ഉണ്ട് അല്ലേ. അതല്ലാതെ തന്നെ എന്തുണ്ട്? നമ്മളുടെ ഈ പ്ലാസ്റ്റിഡ്സിനും നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനും റൈബോസോംസ് ഉണ്ട്. പക്ഷെ സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോമിനേക്കാളും ചെറിയ റൈബോസോംസ് എവിടെ കാണും? നമുക്ക് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ ആന്തോസയാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ടായിരിക്കില്ല. ആന്തോസയാനിൻ എന്നുള്ള പിഗ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഇവിടെ ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്കറിയാം ക്ലോറോഫിൽ എ ഉണ്ട് അല്ലേ. ക്ലോറോഫിൽ എ ആണ് എല്ലാ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗൻസിനും ക്ലോറോഫിൽ എ ആണ് എന്ത്? ഫോട്ടോസിന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ബാക്ടീരിയയിൽ മാത്രമല്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള ക്ലോറോഫിൽ എ അല്ലാതെ ബി, സി, ഡി എന്നൊക്കെ പറഞ്ഞ എന്താണ്? അതൊക്കെ എന്താണ്? നമുക്കറിയാം എസസറി ആയിട്ടുള്ള ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ്സുകളാണ് ബാക്കിയുള്ളത്. മെയിൻ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്ലോറോഫിൽ എ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണ് ഓർഗനിൽ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ ഓർഗനിൽ നമ്മൾ നോക്കിയത്? നമ്മൾ റൈബോസോം പഠിച്ചു, അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ്സും പഠിച്ചു അല്ലേ. റൈബോസോമും പ്ലാസ്റ്റിഡ്സും. അടുത്ത് നമ്മളുടെ മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാം, നമുക്ക് എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൈഗോട്ട് ഫോം ചെയ്യുന്നു അല്ലേ. അപ്പോൾ സ്പേമിൻ്റെ അകത്തുനിന്ന് അച്ഛൻ നമുക്ക് എന്ത് മാത്രമേ തരുന്നുള്ളൂ? ന്യൂക്ലിയസ് മാത്രമേ തരുന്നുള്ളൂ. ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മൈറ്റോകോൺട്രിയ DNA എന്ന് പറയുന്നത് ആരെയാണ്? അമ്മയുടെ മൈറ്റോകോൺട്രിയ DNA നമുക്ക് കിട്ടുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ആണ്. മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്, മൈറ്റോകോൺട്രിയൽ DNA. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ മൈറ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ത്രെഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ആ മൈറ്റോകോൺട്രിയ ഫസ്റ്റ് കണ്ടെത്തിയത് കൊള്ളിക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ആ ടേം ഇല്ലേ, മൈറ്റോകോൺട്രിയ എന്നുള്ള ടേം, അത് സജസ്റ്റ് ചെയ്തത് ബെൻഡ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ബെൻഡ. ആ മൈറ്റോകോൺട്രിയ കണ്ടെത്തിയത് കൊള്ളിക്കറും ആ ടേം സജസ്റ്റ് ചെയ്തത് ആരാണ്? ബെൻഡ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുമാണ്. ഓക്കെ. ഈ മൈറ്റോകോൺട്രിയയുടെ ഷേപ്പും സൈസും ഒക്കെ ഓരോ ഓർഗൻസിലും വ്യത്യസ്തമായിരിക്കും. അതിനൊരു മെയിനായിട്ട് നമ്മൾ ഷേപ്പ് പറയുകയാണെങ്കിൽ അതിന് ചിത്രം കാണിച്ചു തരാം. നമുക്കൊരു സോസേജ് ഷേപ്പ്, നമുക്കറിയാം സോസേജ് അല്ലേ, ഒരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സോസേജ് ഷേപ്പ് ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മുതൽ അല്ലെങ്കിൽ 4.1 µm ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ 0.2 to 1 µm ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത് അല്ലേ. മോസ്റ്റ് ഓഫ് ദ എല്ലാ സെല്ലിലും എന്ത് കാണാൻ പറ്റും? നമുക്ക് മൈറ്റോകോൺട്രിയ കാണാൻ കഴിയും. ഈ മൈറ്റോകോൺട്രിയക്ക് അകത്ത് കാണുന്ന ട്യൂബുലാർ പ്രോട്ടീനാണ് എന്ത് വിളിക്കുന്നത്? മൈറ്റോകോൺട്രിയ എന്ന് വിളിക്കുന്നത്. ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിൻ ആണ്. നമുക്ക് നോക്കിയാൽ അറിയാൻ മുതലേ ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഡബിൾ ലെയർ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിനും ഉണ്ട്. മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? DNA ഉണ്ട് അല്ലേ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതായത് DNA ഉണ്ട്. ഇനി മൈറ്റോകോൺട്രിയക്ക് അകത്ത് കാണുന്ന നമ്മളുടെ ആ ചുളിവുകളിലെ ഫോൾഡ്, അതിന് വിളിക്കുന്ന പേരെന്താണ്? ക്രിസ്റ്റേ. ആ ക്രിസ്റ്റേന്ന് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് ക്രിസ്റ്റയുടെ ഫംഗ്ഷൻ. ഇനി ക്രിസ്റ്റയ്ക്ക് അകത്ത് കാണുന്ന ചെറിയ ചെറിയ സബ് യൂണിറ്റ്സുകളുണ്ട്. ക്രിസ്റ്റയ്ക്കകത്ത് കാണുന്ന ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ്, അവരെ വിളിക്കുന്ന പേരാണ് ഓക്സിസോം, അതല്ലെങ്കിൽ എലിമെൻ്ററി പാർട്ടിക്കിൾസ്. അതെന്ന് പറയുന്നത് F0 to F1 വരെ പാർട്ടിക്കിൾസ് കാണാൻ കഴിയും. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ATP പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷനാണ് മെയിനായിട്ടുള്ള അവരുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ സ്വന്തമായിട്ടുള്ള DNA ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയക്ക് അത്യാവശ്യം മൈറ്റോകോൺട്രിയയുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എയറോബിക് റെസ്പിറേഷനെയാണ് സഹായിക്കുക. പവർ ഹൗസ് ഓഫ് ദ സെല്ലിൽ നിന്ന് നമ്മൾ വിളിക്കുക. നമുക്കറിയാം ATP പ്രൊഡ്യൂസ് ചെയ്യാൻ എനർജി കറൻസി ഓഫ് ദ സെല്ലാണ് ATP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് സെൽ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ, നമ്മൾ പ്ലാന്റ് റെസ്പിറേഷൻ പഠിക്കുമ്പോൾ പറയാം, നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലൊക്കെ മൈറ്റോകോൺട്രിയയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ആ മൈറ്റോകോൺട്രിയ പറഞ്ഞ സെൽ ഓർഗനിൽ കണ്ടെത്തിയത് കൊള്ളിക്കർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. പേര് കൊടുത്തത് ബെൻഡയാണ്. മൈറ്റോകോൺട്രിയ പറഞ്ഞ സോസേജ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ അല്ലേ, നമുക്ക് സോസേജ് ഷേപ്പ് ആവാം അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആവാം. 2 ലെയർ ഉണ്ട് പറഞ്ഞു, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട് പറഞ്ഞു. ഉള്ളിൽ കാണുന്ന ഫോൾഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ക്രിസ്റ്റ എന്ന് വിളിച്ചു അല്ലേ. ഇനി ക്രിസ്റ്റയ്ക്കകത്ത് എന്ത് കാണാം? ഓക്സിസോംസ് കാണാം. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ എയറോബിക് റെസ്പിറേഷനിലാണ്, ATP സിന്തസിസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദ സെൽ. പിന്നെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഓക്സിസോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എലിമെൻ്ററി പാർട്ടിക്കിൾസ് ആണ്. F0 to F1 ആയിട്ടുള്ള എലിമെൻ്ററി പാർട്ടിക്കിൾസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? DNA ഉണ്ട്, RNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ മൈറ്റോകോൺട്രിയയും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും അവർ സ്വന്തമായിട്ട് DNA ഒക്കെ ഉള്ള കാരണം, RNA ഒക്കെ ഉള്ള കാരണം, അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന പേര് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാണ്. മൈറ്റോകോൺട്രിയ അലോങ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ് നോൺ ആസ് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ? സെമി ഓട്ടോണോമസ് ഓർഗനൽ. സെമി കാരണം അവർക്ക് എന്താ? DNA RNA ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. DNA RNA റൈബോസോംസ് പ്രോസസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത്? നമ്മൾ സെമി ഓട്ടോണോമസ് ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക? മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? അവരുടേതായിട്ടുള്ള എൻസൈംസും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈനറി ഫിഷൻ മൂലമാണ് എന്ത് നമ്മുടെ മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ റൈബോസോംസും അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ്സും അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ആ പോർഷൻസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. താങ്ക് യു.